നമസ്കാരം. IFPHന്റെ 2131 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ സാമുൽ ഹനിമാന്റെ ചരമദിനമാണ്. 183 ചരമദിനം. 183 വർഷമായിട്ടും അദ്ദേഹത്തെ ഓർക്കുന്നു, അത് ആചരിക്കുന്നു, ഫോളോ ചെയ്യുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ഏറ്റവും ഉദാഹരണമാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ ഷീബ റാണി ക്ഷണിക്കും. ഡോക്ടർ ഷീബ റാണി അഡ്മിറ്റ് ചെയ്യാമോ? ഉണ്ടല്ലോ. ഡോക്ടർ ഷീബ റാണി കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. മഹാനോ ഭാവുലോ മഹാനോ ഭാവുലോ അന്തരേകേ വന്ദനമോ ఎందరో మహాను ఆవులు అందరికీ వందనము ఎందరో మహాను ఆవులు చందురు కన్నుని ചന്ദൂർ മൂന ഹൃദയ അരവിന്ദ ചൂചി ബ്രഹ്മാനന്ദമാനു ഹർവിഞ്ചുവ ഇന്ദരോ മഹാനു ആവുലു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു എന്താ പറയാൻ ഈശ്വര പ്രാർത്ഥന സാമുൽ ഹനുമാനായിട്ട് എന്താ പറയാൻ നമുക്ക് സമർപ്പിക്കാനില്ല. വളരെ മനോഹരമായ ഡോക്ടർ ഷീബ റാണി അനുഗ്രഹീതയായ ഗായിക കൂടിയാണ്. ഇനി നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഷാലു രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ IFPHന്റെ മലയാളം വെബിനാറിന്റെ 2131 ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഡോക്ടർ സാമുൽ ഹാനിമാന്റെ ചരമദിനം ആചരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ IFPHും ഇന്നേ ദിവസം ഈ ദിനം അനുസ്മരിക്കുകയാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ R. അജയകുമാർ സാറിനെയാണ്. അദ്ദേഹം തിരുവനന്തപുരം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ മാനേജറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ട്രിവാൻഡ്രം കോസ്മോപൊളിറ്റൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റും സീനിയർ കൺസൾട്ടന്റുമാണ്. അദ്ദേഹം നിരവധി തവണ നമ്മുടെ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ അനുസ്മരണ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ റോയി കെ ജെയിംസ് ആണ്. അദ്ദേഹം കേരള ഹെൽത്ത് സർവീസിൽ ജൂനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ശ്രീ റോയി കെ ജെയിംസിനെ ഏറെ ബഹുമാനത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ അനുസ്മരണ യോഗത്തിൽ ഈശ്വര പ്രാർത്ഥന ആലപിച്ച ഡോക്ടർ ഷീബ റാണി മാഡം, ഒപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് കൃതജ്ഞത നൽകുന്ന ഡോക്ടർ ഷൈല മാഡം, ഏവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ അനുസ്മരണ യോഗം മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള മനോജ് ഡോക്ടറാണ്. അദ്ദേഹത്തെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു അനുസ്മരണ യോഗത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ എത്തിയിട്ടുള്ള നമ്മുടെ IFPHന്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ, ഹോമിയോപ്പതി ലവേഴ്സ്, എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ നന്ദി ശ്രീ ഷാലു രാജൻ. ഡോക്ടർ ഷീബ റാണി പാടിയ പോലെ എന്തൊരു മഹാനുഭാവലു എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന രണ്ടുപേരെയാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. ഒന്ന് അജയകുമാർ സാറ്, അദ്ദേഹം പറഞ്ഞ പോലെ സകലകലാ വല്ലഭനാണ്, കഥകളി പഠിച്ചിട്ടുണ്ട്, നല്ലൊരു ഗായകനാണ്, മാത്രം ഹൃദയത്തെ അറിഞ്ഞ ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ്. ഹോമിയോപ്പതി സ്ഥാപനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുവന്ന മഹാനുഭാവനാണ്, സംശയമില്ല. അതുപോലെ തന്നെയാണ് ഡോക്ടർ റോയി കെ ജെയിംസ്.
സമർപ്പണത്തിന്റെ ഏതാണ് അവസാന വാക്കെന്ന് പറയാൻ ഏതാണ്ട് 10 വർഷത്തോളം അറിയാമല്ലോ. MBBS കഴിഞ്ഞ് പിന്നെ ഗൈനക്കോളജി DGO കഴിഞ്ഞു, സർക്കാർ സർവീസിലായിരുന്നു, തിരിച്ചു വന്ന് വീണ്ടും 6 വർഷം പഠിക്കാനായി തയ്യാറെടുക്കുന്ന ആ മനസ്സിനെ എത്ര പറഞ്ഞാലും നമിക്കേണ്ടി വരും. നമ്മളെന്തായാലും ഭാഗ്യവാന്മാർ, രണ്ട് പുണ്യാത്മാക്കളെ നമുക്ക് ഈ പരിപാടിക്ക് കിട്ടിയിരുന്നത് വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ സാമുവൽ ഹൈമാന്റെ പ്രത്യേകത മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് വേറെ പാടിയതുപോലെ ഇതിനകത്തെല്ലാം തന്നെ മരുന്നിന്റെ അംശമുണ്ട്, ആ ചൈതന്യമുണ്ട് എന്ന് ലോകത്തിന് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു പുണ്യാത്മാവാണ് ഡോക്ടർ സാമുവൽ ഹൈമാൻ. അപ്പോൾ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ഇത്രയും ആദരണീയനായ ശ്രീ അജയകുമാർ സാറിനെ ക്ഷണിക്കും. സർ പ്ലീസ്. നമസ്കാരം. IFPHന്റെ 2131 വെബിനാർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനോജ് സാറിന്റെ വ്യക്തമായ നേതൃത്വത്തിൽ ഇത്രയും എല്ലാ ദിവസവും വൈകിട്ട് 8:30 തൊട്ട് 9:30 വരെയും 9:30 തൊട്ട് 10:30 വരെയും അങ്ങനെ 2 മണിക്കൂർ ഹോമിയോപ്പതിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ഒരു ഉദ്യമം മഹത്തരമായ ഒരു കർമ്മമാണ്. അതിൻ്റെ ഈ ഒരു സാമുവൽ ഹൈനുമാന്റെ ചരമദിനമായ ജൂലൈ 2-ാം തീയതി എനിക്ക് ഈ ഒരു അവസരം നൽകിയതിന് ആദ്യമേ ഞാൻ ഈ സംഘാടകരോടും മനോജ് സാറിന് പ്രത്യേകമായിട്ടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാമുവൽ ഹൈനുമാനെ പറ്റി പറയുകയാണെങ്കിൽ, എന്നെപ്പോലെ തന്നെ മോഡേൺ മെഡിസിൻ പഠിച്ച് അതിൻ്റെ ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിന്റെ പാതിയോടുകൂടി ജനിക്കുകയും 1755 ഏപ്രിൽ 10-ാം തീയതി ജനിച്ച് 1843 എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിന്റെ മിഡിലില് ജൂലൈ 2-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ചരമം ഉണ്ടാവുന്നത്. അങ്ങനെ 88 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് വളരെ ചെറു പ്രായത്തിൽ തന്നെ അത്യത്ഭുതകരമായ കഴിവുകളും എല്ലാം കാണിച്ച പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രോഗികളോടുള്ള സമീപനവും രോഗികളോടുള്ള അദ്ദേഹത്തിന്റെ വളരെ കാരുണ്യപൂർവമായിട്ടുള്ള ഒരു പരിചരണവും, അത് നമ്മള് ഡോക്ടർ ലോകം, അതിപ്പം മോഡേൺ മെഡിസിൻ ആണോ ഹോമിയോപ്പതി ആണോ ആയുർവേദമാണോ എന്താന്നുള്ളത്, നമ്മള് രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. രോഗികളുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാണിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏതും സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്, പഠിച്ചത് എന്താണ്, അത് പഠിപ്പിച്ച കാര്യങ്ങൾ തത്തമ്മയെ പൂച്ച പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതല്ല അദ്ദേഹം ചെയ്തത്. അത് പഠിച്ചു, അത് മനസ്സിലാക്കി, അത് പ്രയോഗിക്കുമ്പോൾ പുള്ളിക്ക് അതിനകത്ത് വന്ന പാളിച്ചകൾ മനസ്സിലാവുകയും അത് പോരാ, മോഡേൺ മെഡിസിന് വന്നിട്ടുള്ള ചില അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുരാതനമായ കാലമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമാണ്. അപ്പൊ ആ സമയത്ത് ഉള്ള മോഡേൺ മെഡിസിൻ ഇപ്പോഴത്തെ മോഡേൺ മെഡിസിനും ഒന്നും അല്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള മോഡേൺ മെഡിസിന്റെ പരിമിതികൾക്കുള്ളിൽ കൊടുക്കുന്ന മരുന്നുകൾ രോഗികൾക്ക് ഗുണത്തേക്കാൾ ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ അഭിപ്രായം. ആ അഭിപ്രായം മനസ്സിൽ വരുമ്പോൾ അതിന് വേറെ പല കാരണങ്ങളും, വേറെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിന് പ്രാധാന്യം കൊടുത്ത് രോഗിയുടെ ആരോഗ്യത്തിനും വെൽബീയിങ്ങിനും ആയിട്ട് ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് സാമുവൽ ഹൈനുമാൻ. ഇപ്പോഴത്തെ മോഡേൺ മെഡിസിന്റെ യുഗത്തിൽ പലരും ഹോമിയോപ്പതിയെ പറ്റി പല വിമർശനങ്ങളും പറയുമെങ്കിലും ആ വിമർശനങ്ങൾക്കൊന്നും ഒരു യോഗ്യതയുമില്ല എന്ന് മോഡേൺ മെഡിസിൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയാണ്. ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ ഒരു മാനേജറാണ് എന്നുള്ളതല്ല, അതിനേക്കാളും പോലും ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പേഴ്സണൽ ലൈഫിൽ തന്നെ എൻ്റെ കുട്ടികൾക്കുള്ള ഹോമിയോപ്പതിയുടെ ചികിത്സ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഹൈനുമാൻ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത സമയത്ത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അദ്ദേഹത്തിന് മനസ്സിലായി അന്നത്തെ രീതിയിലുള്ള നമ്മുടെ ചികിത്സാ രീതികൾ കൊണ്ട് പലപ്പോഴും രോഗികൾക്ക് ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാവുന്നത് എന്ന്
അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായപ്പോൾ അദ്ദേഹം സ്വയം തന്നെ ചില മരുന്നുകൾ പരീക്ഷിക്കുകയും അതിൽ ചില സിംറ്റംസ്, രോഗമില്ലാത്ത അദ്ദേഹത്തിന് ചില സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്തു. ആ മരുന്നുകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഈ മരുന്നുകൾ കൊണ്ട് രോഗമില്ലാത്ത ഒരാൾക്ക് വരുന്ന സിംറ്റംസ് എന്താണോ അത് രോഗമുള്ള ആൾക്ക്, ആ സിംറ്റംസ് ഉള്ള ഒരാൾക്ക് കൊടുത്താൽ ആ രോഗത്തിന് ഒരു ചികിത്സയായിട്ട് അത് വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നൂതനമായി അന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്. അദ്ദേഹം സ്വന്തം ശരീരത്തിൽ പരീക്ഷിച്ചാണ് 18-ാം നൂറ്റാണ്ട് അവസാനത്തും 19-ാം നൂറ്റാണ്ട് തുടക്കകാലം, ഇപ്പം 200 വർഷത്തിൽ കൂടുതലായി, ആ സമയത്ത് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്ന കാര്യത്തിനെയാണ് പുള്ളി മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിരുന്ന അന്നത്തെ ഒരു വളരെ യാഥാസ്ഥിതികമായ ലോകത്ത്, യൂറോപ്പിലെ യാഥാസ്ഥിക ചിന്ത ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കുകയും അദ്ദേഹം ക്രൂശിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും സത്യം എന്താണെന്ന് വിളിച്ചു പറയാനും സ്വന്തം രോഗികളിൽ എന്താണോ ഗുണം അത് ചെയ്യാൻ ആരുടെയും ഒരു വിലക്കുകളും അന്നത്തെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കം ആയിട്ട് പിടിച്ചു വലിക്കുന്ന കാര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു മോഡേൺ മെഡിസിന്റെ തന്നെ ഡോക്ടറാണ് സാമുവൽ ഹനുമാൻ. അദ്ദേഹത്തെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. 88 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു നൂതനമായ രീതി മനുഷ്യ ശരീരത്തിലെ ചികിത്സയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയും അതുകൊണ്ട് കോടാനുകോടി ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്ത മഹാനായ വ്യക്തിത്വമാണ് സാമുവൽ ഹനുമാൻ. അദ്ദേഹം 1843 ജൂലൈ 2-ാം തീയതി ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ആ സമയത്ത് അദ്ദേഹത്തിന് ഓൺലൈനാണ് ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ രീതിയിലുള്ള പരിഗണനയും കിട്ടിയോ എന്നുള്ളതും സംശയമാണ്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ജീവിച്ചിരുന്ന ജർമ്മനിയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ? ഹോമിയോപ്പതി എന്ന ചികിത്സ ഇത് ഭൂമിയിലെ മനുഷ്യവർഗത്തിനായി നൽകിയ ഒരു ജർമ്മൻ ഭിഷക്വരന് ജർമ്മനിയിൽ തന്നെ ആദരവ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വെറും നമ്മുടെ ഫിസിക്കൽ ബോഡി മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അതിബുദ്ധിയൊന്നും വേണ്ട. ഒരു നല്ലൊരു ഡോക്ടർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് വർഷങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മൾ ആത്മവഞ്ചനയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രോഗികളോട് പൂർണ്ണ സത്യസന്ധത പുലർത്തുക. ആ സത്യസന്ധത പുലർത്തുന്നതിന് നമുക്ക് ഏറ്റവും വലിയൊരു വഴികാട്ടിയാണ് സാമുവൽ ഹനുമാൻ. അദ്ദേഹം 1843 ചരമടഞ്ഞ് ജൂലൈ 2-ാം തീയതിയാണ്. ആ ചരമദിനത്തിൽ അദ്ദേഹത്തെ പറ്റി 2 വാക്കുകൾ പറയാൻ എനിക്ക് അവസരം കിട്ടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ ചികിത്സാ പദ്ധതികളിൽ ഏറ്റവും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരികയും ശരീരം എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ ബോഡി മാത്രമല്ല, അതിനകത്ത് ഒരു മൈൻഡുണ്ട്, മൈൻഡിനകത്ത് തന്നെ ഒരു എനർജി ബോഡിയുണ്ട്, ഒരു ഇമോഷണൽ ബോഡിയുണ്ട്. ഇതിനെല്ലാം പുറകിലാണ് ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുകയും ആ കാര്യത്തിലേക്ക് കടക്കുകയും ശരീരത്തിന്റെ ചികിത്സ, മനുഷ്യന്റെ ശരീരത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ ബോഡിയെ മാത്രം ചികിത്സിച്ചാൽ അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ലഭിക്കില്ല എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയ സാമുവൽ ഹനുമാന്റെ ആ ഓർമ്മകൾക്ക് അദ്ദേഹത്തിന്റെ ആ ഓർമ്മയിൽ എൻ്റെ പുഷ്പങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന IFPHന്റെ എല്ലാ നേതാക്കളോടും പ്രത്യേകിച്ച് മനോജ് സാറിനോടുള്ള നന്ദി പ്രത്യേകം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ ശരീരത്തിന്റെ അവസ്ഥ മനോജ് ഡോക്ടർ മ്യൂട്ടാണ് ഡോക്ടറെ. സാറ് പറഞ്ഞ പോലെ സൂക്ഷ്മമായ വസ്തുക്കളുടെ അവസ്ഥ, സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും
മൂലമാൻ ചിത്തിനുള്ള ഒരു ഉപാധിത്രയമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ദീർഘദർശിയായ ഹനുമാൻ, ക്രാന്തദർശിയായ ഹനുമാൻ, ഋഷിതുല്യനെ ഹനുമാനെ സ്മരിച്ച് അങ്ങയുടെ വാക്കുകൾക്ക് വളരെ നന്ദി, വളരെ വളരെ നന്ദി, 1000 നന്ദി പറയുന്നു. നമസ്കാരം സാർ. ഇനി മുഖ്യ പ്രഭാഷണമാണ്. അടുത്തൊരു പ്രതിഭയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ റോയ് കെ ജെയിംസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ റോയ് പ്ലീസ്. സോ ഈ ഒരു അവസരം ജൂലൈ 2-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ സാമുവൽ ഹനുമാനെ കുറിച്ച് 2 വാക്ക് പറയാൻ തന്ന ഈ അവസരത്തിന് ഒരുപാട് നന്ദി. ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ദിനത്തിൽ ഹനുമാൻ ചെയ്ത മഹത് കാര്യങ്ങളെ കുറിച്ച് അറിയാത്തവരായി ഈ കൂട്ടത്തിൽ ഉള്ള വളരെ ചുരുക്കം പേരെങ്കിൽ മാത്രമേ ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഹനുമാൻ എന്നത് ദീർഘദർശി 230 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സത്യാന്വേഷണത്തിലൂടെയും അനുഭവ പാടവത്തിലൂടെയും ജീവൻ നൽകിയ വൈദ്യശാസ്ത്രത്തിന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ തേടിയുള്ള യാത്രകൾക്കും ഇപ്പുറം സമകാലിക വൈദ്യശാസ്ത്രങ്ങൾക്കിടയിൽ ആനുകാലിക പ്രസക്തി ആർജിക്കാനും രോഗവിമുക്തി പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇത് കാണുന്ന ഓരോ ഹോമിയോപ്പതി ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നേ ദിവസം ഹനുമാൻ ചെയ്ത മഹത് കാര്യങ്ങളെക്കുറിച്ച് സ്തുതിപാടി സമയം കളഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്തുതികളെക്കാളും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുക സത്യാന്വേഷികളായ വിമർശകരുടെ വിമർശനങ്ങളായിരിക്കും. അദ്ദേഹം എപ്പോഴും അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. തൻ്റെ കണ്ടുപിടുത്തങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതികൾക്ക് വരുന്ന വിമർശനങ്ങൾ വളരെ വിശാല ഹൃദയത്തോടെ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും 230 വർഷങ്ങൾ കഴിഞ്ഞു. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എന്ന് വിളിക്കുന്ന നമ്മൾ ശരിക്കും അന്ധരായ ഹോമിയോപ്പതി ഭക്തരാണോ അതോ സയൻറ്റിഫിക് ഡോക്ടേഴ്സ് ആണോ എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? എത്ര പേരെങ്കിലും അല്ലെങ്കിൽ എത്ര ആൾക്കാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് ഇപ്പോഴും ഹോമിയോപ്പതി ഹനുമാൻ തുടങ്ങിയിട്ട ആ ഫൗണ്ടേഷനിൽ നിന്നും ഉയർന്നു വന്നിട്ടില്ല? എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇതല്ലേ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടത്? ഹോമിയോപ്പതി പിന്നോക്കം നിൽക്കുന്നു. ഇപ്പോൾ ഡോക്ടർ അജയ്കുമാർ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിൽ അദ്ദേഹം ജനിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട ആദരവ് കിട്ടിയില്ല എന്ന് പറയുന്നു. ജർമ്മനിയിൽ പോവട്ടെ, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകത്ത് ഹോമിയോപ്പതി ഏറ്റവും പ്രചാരത്തിലുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഒരു പഞ്ഞവും ഇല്ല. എന്നിട്ടും ഇന്ത്യയിൽ എന്തുകൊണ്ട് ഹോമിയോപ്പതി നേരെയാകുന്നില്ല അല്ലെങ്കിൽ നന്നാകുന്നില്ല? ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാമ്പത്തികമായും വിദ്യാസമ്പന്നമായും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ എത്രയോ ഹോമിയോ ഡോക്ടർമാരുണ്ട്. എന്നിട്ടും എന്തേ കേരളത്തിൽ അതിന് വേണ്ട ഒരു മുൻഗണന കിട്ടുന്നില്ല? അത് ഇതര വൈദ്യശാസ്ത്രങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിയെ ഇടിച്ചു താഴ്ത്തുന്നത് കൊണ്ടാണോ അതോ അത് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ വിഫലമായ പരിശ്രമങ്ങൾ കൊണ്ടാണോ? നമ്മുടെ ഇന്നത്തെ റിസർച്ച് സ്റ്റഡീസ് പലതിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ച് സ്റ്റഡീസ് നമ്മളൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പോലും എപ്പോഴും ഉയരുന്ന ചോദ്യമാണ് ഈ ഹോമിയോ മെഡിസിനിൽ ഒരു കണികയ്ക്കുള്ള മരുന്നെങ്കിലും ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന ഒരു ശരാശരി ഹോമിയോപ്പതി വിദ്യാർത്ഥി അല്ലെങ്കിൽ BHMS കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഒരു ഡോക്ടർ, ഒരു UG പാസ്സായ ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചോദ്യം എന്തായിരിക്കും? എൻ്റെ ജീവിതം പാഴായോ, അല്ലെങ്കിൽ ഞാൻ ഈ എടുത്ത കാൽവെപ്പ് തെറ്റിപ്പോയോ എന്നായിരിക്കില്ലേ?
ഇപ്പോഴും ഈ ഹോമിയോപ്പതി പഠിച്ച് PGയും കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇത്രയും വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഇത്രയും ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് എത്ര പേർ ഹോമിയോപ്പതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയും? ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ഒരു ചോദ്യം ഉന്നയിച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ മെഡിസിനിൽ പാർട്ടിക്കിൾ ഉണ്ടോ എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ചൂളി പോകാവുന്ന വിശ്വാസമല്ലേ മെജോറിറ്റി ആൾക്കാർക്കും, ഒരു ഭൂരിഭാഗം ആൾക്കാർക്കുമുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഹോമിയോപ്പതി കരകയറും? നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഹോമിയോപ്പതി പിന്നോക്കം നിൽക്കുന്നു? അത് ബാഹ്യ ശക്തികൾ, അതായത് ഹോമിയോപ്പതിക്ക് പുറത്തുള്ള ബാഹ്യ ശക്തികൾ, പൊളിറ്റീഷ്യൻസ്, ഈ പറയുന്ന മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ബാക്കി വൈദ്യശാസ്ത്രങ്ങൾ, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഹോമിയോപ്പതി തകർന്നടിഞ്ഞു പോകുന്നതാണോ? നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർ തികഞ്ഞ് എത്ര പരിശ്രമിച്ചിട്ടും ഇതിനെ ഒന്ന് താങ്ങി നിർത്താൻ പറ്റാതെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നമ്മൾ കിതച്ച് അണഞ്ഞ് അവശരായി പോകുന്നത് ഈ ബാഹ്യശക്തികൾ കൊണ്ടാണോ അതോ നമ്മുടെ തന്നെ കുറവുകൾ കൊണ്ടാണോ? 230 വർഷമായി ആ മനുഷ്യൻ ഇത്രയും വലിയൊരു സിസ്റ്റം ഒറ്റയ്ക്ക് മെനഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടല്ലേ ചെലവിട്ടത്. അത്രയും ഒരു മനുഷ്യൻ ചെയ്ത് ഇപ്പോൾ വളരെ പ്രാകൃതമായ ഒരു രീതിയിലുള്ള ഒരു മെഡിക്കൽ സയൻസ് ആണ് അദ്ദേഹം നമുക്ക് തന്നിരുന്നതെങ്കിൽ എന്ന് നമുക്ക് പറയായിരുന്നു. ഓ ശരി, ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഹോമിയോപ്പതി നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ 230 വർഷങ്ങളല്ലേ ആയുള്ളൂ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഡെവലപ്മെന്റ്സ് വേണം, അതുകൊണ്ട് ഹോമിയോപ്പതി മുന്നോട്ട് പോകുന്നില്ല എന്ന്. ബട്ട് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനുമാൻ അങ്ങനെ ഒരു ശൈശവാവസ്ഥയിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം ആണോ നമുക്ക് സമ്മാനിച്ചിട്ട് ഇഹലോകവാസം വിട്ടു പോയത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും ഈ കാര്യത്തിൽ എതിർ അഭിപ്രായമുണ്ടോ? എന്നിട്ടും എന്തേ ഹോമിയോപ്പതി മുന്നോട്ട് വരുന്നില്ല? ഡ്രഗ് പ്രൂവിങ് ആദ്യമായി ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനുമാൻ ആണ്. അതിനു മുന്നേ ഒരുപാട് പേർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആൽബർട്ട് വോൺ ഹാലർ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ബട്ട് ഡ്രഗ് പ്രൂവ് പ്രോപ്പറായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മരുന്ന് കൊടുത്താൽ ആ മരുന്നിന് ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന ചേഞ്ചസ് വരെ ഏറ്റവും വ്യക്തമായി സിസ്റ്റമാറ്റിക് ആയി അന്നത്തെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുള്ള ഏറ്റവും മുന്തിയ ടെക്നോളജി അല്ലെങ്കിൽ സിസ്റ്റംസ് ഉപയോഗിച്ച് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത് ഏറ്റവും പെർഫെക്റ്റ് ആക്കി തന്ന ഒരു സയൻസ് അതല്ലേ നമുക്ക് തന്നിട്ട് പോയത്. അതിനുശേഷം എത്രയോ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് വന്നു. അതിനുശേഷം 230 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പം നമ്മളും സയൻസ് അത്രയും വളർന്നു. അന്ന് ഹനുമാൻ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്ന മൈക്രോസ്കോപ്പ് എല്ലാം താണ്ടി എത്രയോ മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മൾ. എന്നിട്ടും എന്തുകൊണ്ട് ഹോമിയോപ്പതി മുന്നോട്ട് പോകുന്നില്ല? ഈ ചോദ്യമല്ലേ ഇന്നത്തെ ദിവസം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ ഓരോ ഹോമിയോപ്പതി അനുഭാവിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത്? നമ്മൾ ആസ് എ ഹോമിയോപ്പതിക് ഡോക്ടർ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട്, നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും പഠിച്ചിറങ്ങി കഴിഞ്ഞ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലിനിഷ്യൻസിനെ സംബന്ധിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എത്രത്തോളം സത്യസന്ധമായും ഡെഡിക്കേഷനോടുകൂടെയും ചെയ്യുന്നു? എത്ര പേര് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റും അത്രയും സത്യസന്ധമായും ഡെഡിക്കേഷനോടും കൂടെയാണ് ചെയ്യുന്നതെന്ന്? ഹനുമാൻ ചെയ്തതിൻ്റെ ഒരു 10% കൂടുതലായി ചെയ്യാൻ പറ്റിയാൽ ഹോമിയോപ്പതി തീർച്ചയായും മുന്നോട്ട് വരും. എന്നിട്ടും എന്താ ഹോമിയോപ്പതി പിന്നോട്ട് പോകുന്നു? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ മെഡിസിനിൽ പാർട്ടികൾ ഉണ്ടോ എന്ന്.
അപ്പോൾ ഈ സയൻസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള സയൻസ് ഉണ്ട്. ഒന്ന് കാർട്ടീസിയൻ സയൻസ് ആൻഡ് ന്യൂട്ടോണിയൻ സയൻസ്. ന്യൂട്ടോണിയൻ സയൻസ് എപ്പോഴും മാറ്റർ അല്ലെങ്കിൽ ഈ ആറ്റംസ്, മെറ്റീരിയൽ, അതിനെ സംബന്ധിച്ച് സ്റ്റഡീസ് നടത്തുന്ന ഒരു വിഭാഗമാണ്. കാർട്ടീസിയൻ സയൻസിലാണ് മാറ്റർ പ്ലസ് എനർജി എന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ 230 വർഷങ്ങൾ ഇപ്പുറവും ആൽബർട്ട് ഐൻസ്റ്റീൻ ജീവിച്ചു, അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ പ്രസിദ്ധീകരിച്ചു, മരിച്ചു. E=mc² എന്നൊരു ഇക്വേഷനും നമുക്ക് തന്നിട്ട് അദ്ദേഹവും പോയി. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ റിസർച്ചസ് എന്തിനെ പ്രതിനിധാനം ചെയ്ത് അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അധികം ആൾക്കാരും ഈ മെഡിസിനൽ പാർട്ടിക്കിൾ ഉണ്ടോ എന്നതിനെ ചൊല്ലിയല്ലേ തല പുണ്ണാക്കുന്നത് അല്ലെങ്കിൽ തല പുകയ്ക്കുന്നത്. അതായത് മോഡേൺ മെഡിസിനിലെ റിഡക്ഷനിസ്റ്റ് സയൻസിനെ പോലെ ഒരു ഡ്രഗ് അതിൻ്റെ പാർട്ടിക്കിൾ ശരീരത്തിനുള്ളിൽ ചെന്ന് ഇന്ന റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ടാർഗറ്റ് ഓർഗനിൽ ആക്ട് ചെയ്യുന്നു എന്നിട്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു തത്വം മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഹോമിയോപ്പതിക് സിസ്റ്റം. സത്യം പറഞ്ഞാൽ ഹനിമാൻ വിഭാവനം ചെയ്ത ഫ്യൂച്ചർ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, he has said in his organon, the future posterity. I believe that the future posterity, അതായത് ഭാവിയിൽ വരുന്ന തലമുറകൾ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകൾ ഈ ഹോമിയോപ്പതിയെ തിരിച്ചറിയുകയും അതിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് നയിച്ച് അതിനെ ഉന്നമനത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് പാവം സ്വപ്നം കണ്ടുപോയി 230 വർഷം മുൻപ്. ആ സ്വപ്നം അതിൻ്റെ ഒരു 0.5% അല്ലെങ്കിൽ 0.1% എങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അപ്പോൾ നമ്മളുടെ ചിന്താഗതിയല്ലേ ശരിക്കും ഹോമിയോപ്പതിയെ പിന്നോട്ട് വലിക്കുന്നത്? ഇപ്പോഴും നമ്മുടെ മെഡിസിനിൽ പാർട്ടിക്കിൾ ഉണ്ടോ, പാർട്ടിക്കിൾ മാറ്റർ ഉണ്ടോ എന്നതും തപ്പി എന്ന ഒരു കാര്യത്തിന്റെ പിറകെ ചിന്തിച്ച് തലപൊളിച്ചുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കുന്നതല്ലാതെ ഹാനിമാൻ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ഹോമിയോപ്പതി എന്ന വലിയ സിസ്റ്റത്തിനെ അതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് അദ്ദേഹം തന്നിട്ട് പോയ ഒരു സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പറഞ്ഞ അതേ രീതിയിലുള്ള പഠനങ്ങളും, അതായത് ഒരു പേഷ്യൻ്റ് നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കേസ് മൊത്തമായി പഠിച്ച് ആ പേഷ്യൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ പലർക്കും പല രീതികളുണ്ട്. ഹനുമാൻ കൊടുത്ത പോലെ കൊടുക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് പിന്നെ സ്വന്തമായി വികസിപ്പിച്ച രീതികളിലോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫസേഴ്സ്, അവരുടെ രീതി പിന്തുടർന്ന് അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവർ, പിന്നെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ഒരുപാട് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്. ഞാൻ തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞത് അത് വാസ്തവമായതുകൊണ്ട് തന്നെയാണ്. ഒരു മെജോറിറ്റി ഹോമിയോപ്പതിക് ഡോക്ടേഴ്സും ഈ സിസ്റ്റത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അല്ലേ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ രോഗിയെയും കുറിച്ച് വിശദമായി പഠിച്ചിട്ടാണോ നമ്മൾ അയാൾക്ക് മരുന്ന് കൊടുക്കുന്നത്? മരുന്ന് കൊടുക്കുന്നതിന് മുൻപേ ആ രോഗിയെ വിശദമായി പഠിക്കണം. ഹനുമാൻ നമ്മളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരാളുടെ മനസ്സ്, ഒരാളുടെ ശരീരം, അയാളുടെ എൻവയോൺമെന്റ്, അയാളെ രോഗിയാക്കിയ എല്ലാ സാഹചര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി വേണം ഓരോ മെഡിസിൻ കൊടുക്കാനെന്നാണ് ഹനുമാൻ പറഞ്ഞത്. അത് ഫോളോ ചെയ്യുന്ന എത്ര ഡോക്ടേഴ്സ്, BHMS കഴിഞ്ഞ അല്ലെങ്കിൽ PG കഴിഞ്ഞ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? സോ ആ രീതിയിലൂടെ പോയാൽ മാത്രമേ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിട്ട് അത് റിസർച്ച് ആവുകയുള്ളൂ. അല്ലാതെ മോഡേൺ മെഡിസിൻ പോലെ ഒരു മെറ്റീരിയൽ സയൻസ് ഫോളോ ചെയ്യുന്ന കണികകൾ പോയി ഇവിടെ ആക്ട് ചെയ്യുന്നു, അവിടെ ആക്ട് ചെയ്യുന്നു, ടാർഗറ്റ് ഓർഗനിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ്റെ ആക്ഷൻ ആ രീതിയിൽ വിശകലനം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ നിന്നും ഒരു വാലിഡേഷൻ, ഒരു മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന ഒരു ജനവിഭാഗമായി, ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ഹോമിയോപ്പതി മുന്നോട്ട് പോകില്ല. അതിനർത്ഥം ഹോമിയോപ്പതി മെഡിസിനിൽ പാർട്ടിക്കിൾ ഉണ്ടോ എന്ന
ആ ആശയത്തിൻ്റെ മുന്നിൽ റിസർച്ച് ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. പക്ഷെ അതിനു മുൻപ് ആസ് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് സാമുവൽ ഹനുമാൻ നമ്മളെ പഠിപ്പിച്ച അതേ രീതി പിന്തുടർന്ന് സാമുവൽ ഹനുമാൻ ഉണ്ടാക്കിയ റിസൾട്ട്സ് ആ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ച് നമ്മളെ പേഷ്യൻസിന് കൊടുത്ത് അത് കിട്ടിയ റിസൾട്ട്സ്, അദ്ദേഹം ഉണ്ടാക്കിയ അതേ റിസൾട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ, അവിടെ നിന്ന് മാത്രമേ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സോ അതുപോലെ മിനിമം ഡോസ് കൊടുത്ത്, സിംഗിൾ റെമഡി കൊടുത്ത്, ഇൻഫ്രീക്വൻറ്റ് റെപ്പറ്റീഷൻ വെച്ചാൽ റെപ്പറ്റീഷൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൽസ്, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഹനുമാനിന് കിട്ടിയ അതേ റിസൾട്ട്സ് നമുക്ക് കിട്ടി തുടങ്ങുന്ന ഒരു കാലത്ത് മാത്രമേ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർ ആയെന്ന് നമുക്ക് സ്വയം പറയാൻ പറ്റൂ. അല്ലാതെ ഹോമിയോപ്പതി മരുന്ന് ഇപ്പോൾ തോന്നിയ പോലെ അല്ലെങ്കിൽ ഇഷ്ടാനുസരണം കൊടുക്കുന്ന രീതിയിൽ കൊടുത്തിട്ട് അതിന് ആക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ റിസൾട്ട്സ് കിട്ടി എന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ തല കുനിച്ച് നടക്കുന്ന ഒരു വിഭാഗമായി മാറിയാൽ ഹോമിയോപ്പതി മുന്നോട്ട് പോകില്ല. ഇത് തന്നെയാണ് ഹനുമാനെ സംബന്ധിച്ചിട്ട് വിമർശിച്ച് ഹനുമാൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കോൺസ്റ്റന്റിൻ ഹെറിങ് അദ്ദേഹം ചെന്നെത്തിയതും ഇതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു. ഹനുമാന്റെ കൃതികൾ അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് കൃതികൾ അദ്ദേഹം മനസ്സിരുത്തി വായിച്ചു. ഹനുമാനെ ഇല്ലാതാക്കാൻ വേണ്ടി കിട്ടുന്ന ഓരോ പോയിന്റിനും വേണ്ടി ആ മനസ്സ് വ്യഗ്രതപ്പെട്ടു പറഞ്ഞു. അവസാനം ഒരു കൃതി വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന ഒരു കാര്യമാണ് ഹനുമാന്റെ ചാലഞ്ച്. ഞാൻ കൊടുത്ത രീതിയിൽ മെഡിസിൻ കൊടുത്ത് ഒരാളുടെ അസുഖം മാറ്റിയാൽ അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്കാകുമോ? അല്ലെങ്കിൽ ഞാൻ കൊടുത്ത രീതിയിൽ മെഡിസിൻ കൊടുത്തിട്ട് ഒരാളുടെ അസുഖം മാറാതിരുന്നാൽ അന്ന് ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കാം എന്ന രീതിയിൽ ഹനുമാൻ എഴുതി വെച്ച ആ കൃതി, ആ ഒരു ചെറിയ വാക്ക്, ഒരു പാരഗ്രാഫ്, അത് വായിച്ച നിമിഷത്തിലാണ് കോൺസ്റ്റന്റിൻ ഹെറിങ് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. അദ്ദേഹവും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറായിരുന്നു. അവസാനം ഈ നമ്മുടെ ശാസ്ത്രത്തിലുള്ള സത്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറായി മാറുകയും ഒരു സ്റ്റോൾവാർട്ടായി മാറുകയും നമുക്ക് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് പുതിയ ഡ്രഗ്സും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹവും വിടവാങ്ങിയത്. അപ്പോൾ ഈ ഒരു ഹോണസ്റ്റി, സത്യസന്ധത, ഡെഡിക്കേഷൻ, അർപ്പണബോധം, ഇതൊക്കെ വേണം ഓരോ ഹോമിയോപ്പതി ഡോക്ടറിന്റെ ഉള്ളിലും ഉണ്ടാകാനായിട്ട്. അല്ലാതെ ഹനുമാൻ 230 വർഷം മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങളെക്കുറിച്ച് സ്തുതി പാടിയും അദ്ദേഹത്തിനെ പുകഴ്ത്തി പാടിയും അദ്ദേഹത്തിന് 12 ലാംഗ്വേജ് അറിയായിരുന്നു, അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് വാഴ്ത്തി പാടിയത് കൊണ്ട് നമ്മുടെ സയൻസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോവില്ല. നമ്മുടെ ഹോമിയോപ്പതിക് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ക്ലിനിഷ്യൻസിന്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ഹോമിയോപ്പതിക് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ കരിക്കുലം, ഇപ്പോൾ ഞാൻ അടങ്ങുന്ന ഹോമിയോപ്പതിക് വിദ്യാർത്ഥി സമൂഹം, ഞാനിപ്പോൾ 3rd ഇയർ എത്തി GHMS, ഞാൻ അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ സിലബസ്, CBDC സിലബസ്. ഇവിടെയും മോഡേൺ മെഡിസിൻ എന്ത് ചെയ്യുന്നു അതിനെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. മോഡേൺ മെഡിസിനിൽ CBDC കൊണ്ടുവന്നു, അതുകൊണ്ട് നമ്മളും കൊണ്ടുവന്നു. ശരി, നല്ല കാര്യമാണ്. ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ, അതായത് ഒരുപാട് അസൈൻമെന്റും വർക്കും കൊടുത്ത് കോമ്പിറ്റൻസീസും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ പഠിക്കും. ഒന്നും പഠിക്കാത്തവരെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അതൊരു സത്യം തന്നെയാണ്, അവരെന്തെങ്കിലുമൊക്കെ പഠിച്ച് പാസ്സാകും. അത്രയും ദയനീയ അവസ്ഥയിലേക്ക് അവർ പോവില്ല. പക്ഷേ ഹോമിയോപ്പതി ഒരു റിസർച്ച് മെന്റാലിറ്റിയിൽ കണ്ടുവരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ ഓരോ ഡ്രഗിനെ കുറിച്ചിട്ടും ഹോമിയോപ്പതി കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു കുട്ടിക്ക് എക്സ്ട്രാ റീഡിങ് ചെയ്യാനുള്ള സമയം ഈ ഇന്നത്തെ ഒരു സിലബസിൽ കിട്ടുമോ എന്നുള്ളത് ഓരോ വ്യക്തിയും ആലോചിക്കണം. കാരണം ഭാവി തലമുറയാണ് ഇവിടെ വാർത്തെടുക്കപ്പെടുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ഒരു സയൻസിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ബുദ്ധി വികാസം എത്തുന്നതിന് മുൻപ് തന്നെ ഇത്രയും വലിയൊരു സയൻസ് മുന്നിലേക്ക് എടുത്തിട്ടിട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ പലർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം MBBS പഠിക്കുന്നതിന് ഒരു
3 അല്ലെങ്കിൽ 4 ഇരട്ടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഒരാൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിശദമായി പഠിച്ചിറങ്ങാൻ പറ്റുകയുള്ളൂ. അയാൾ നല്ലൊരു ഹോമിയോപ്പതിക് ഡോക്ടർ ആകുമെന്ന് അപ്പോഴും അതിന് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഹോമിയോപ്പതിക് സിദ്ധാന്തം മനസ്സിലാക്കി അതിലെ അറ്റ്ലീസ്റ്റ് പോളിക്രസ്റ്റ് ഡ്രഗ്സിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കി പഠിച്ചിറങ്ങാൻ പറ്റുക അത്രയും ദീർഘമായ ഗാഢമായ വായനയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഒരു ഡ്രഗ് പഠിക്കാൻ ഏകദേശം 7 ബുക്കുകളെങ്കിലും റെഫർ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ഓർഗനോൺ ഓഫ് മെഡിസിൻ, നമ്മുടെ ഹോമിയോപ്പതിയുടെ ഫിലോസഫി, അതിൽ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒരു അഫോറിസം, ഒരു സെന്റൻസ് ഉള്ള ഒരു അഫോറിസം വായിച്ചു പോകുമ്പോൾ ഇത് സിമ്പിൾ അല്ലേ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതേ അഫോറിസം വേറൊരു കോണിൽ അല്ലെങ്കിൽ വേറൊരു കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ അന്ന് കാണാതിരുന്ന പല അർത്ഥങ്ങളും പല മാനങ്ങളും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹനുമാന്റെ ആ ബുദ്ധി വികാസം അല്ലെങ്കിൽ ആ മഹാന്റെ പാടവം. അദ്ദേഹം എഴുതിയ ഓരോ വാക്കിലും ഓരോ പേജിലുമുണ്ട് ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒത്തിരി അനേകം സത്യാന്വേഷണ പാഠങ്ങൾ. ഇതൊക്കെ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ ഒരു കുട്ടിക്കും പറ്റില്ല. അത് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം എഴുതിയ മറ്റു കൃതികൾ ഒരുപാടുണ്ട്. ലെസർ റൈറ്റിങ്സ്, ഇപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഹനുമാനെ കഴിഞ്ഞു വന്ന കെന്റിന്റെ ലെസർ റൈറ്റിങ്സ്, ഇതൊക്കെ വായിക്കണം. ഇപ്പൊ ഇന്നത്തെ ഒരു CBDC സിലബസിൽ ഇതൊക്കെ വായിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഭാവി തലമുറ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവരുടെ മേലെ ഇത്രയും ബേർഡൻ വെച്ച് അലോപ്പതിക്കാർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽസിൽ അവിടെ പഠിപ്പിക്കുന്ന അതേ കോമ്പിറ്റൻസി, അതേ മെത്തേഡ് ഫോളോ ചെയ്ത് ഹോമിയോപ്പതിയും പഠിച്ച് അവർ ഇറങ്ങി വന്നാൽ തിയററ്റിക്കൽ നോളജ് നല്ല രീതിയിൽ അവർക്കുണ്ടാകും. പ്രാക്ടിക്കലി അവരെന്തായി തീരും? ഇപ്പൊ 3rd ഇയറിൽ ഞാൻ ഗൈനക്കോളജി PG കഴിഞ്ഞ് ഹെൽത്ത് സർവീസിൽ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പൊ 3rd ഇയറിൽ തന്നെ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഗൈനക്കോളജിയിൽ തന്നെ അവിടെ റെക്കോർഡ് ബുക്ക്, ഇൻസ്ട്രുമെന്റ്സിനായിട്ടൊരു സെപ്പറേറ്റ് റെക്കോർഡ് ഉണ്ട്. അതിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഓരോ ഇൻസ്ട്രുമെന്റും കൈകൊണ്ട് നമ്മൾ വൃത്തിയായി വരച്ച് സബ്മിറ്റ് ചെയ്യണം. CBDC കരിക്കുലം അനുശാസിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ, ഇവർ പഠിച്ചിറങ്ങി ഫൈനൽ BHMS എല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഡോക്ടറായിട്ടിരിക്കുമ്പോൾ ഒരു ഗൈനക് കേസ് വന്നു. ആ ഗൈനക് കേസ് വരുമ്പം എനിക്ക് ഈ ഇൻസ്ട്രുമെന്റ് വരച്ച് കാണിക്കാൻ അറിയാൻ കേട്ടോ എന്നും പറഞ്ഞ് വരച്ച് കാണിച്ച് മുന്നിലോട്ട് വെച്ചു കൊടുത്താൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ സെൻസിൽ ആലോചിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു റാഷണാലിറ്റി ഉണ്ടോ? ശരിയാണ്, ഈ പറയുന്ന സർജിക്കൽ സ്പെഷ്യാലിറ്റീസ്, സർജറി, ഗൈനക്കോളജി മുതലായ സ്പെഷ്യാലിറ്റീസിൽ നമുക്ക് എക്സ്പോഷർ കുറവാണ്, വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതകൾ മറികടക്കാൻ വേണ്ടി സ്റ്റുഡൻസിനെ കൊണ്ട് സ്റ്റെനോഗ്രഫി, ഈ സ്റ്റെനോ പണി ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലർക്കിന്റെ പണിയെടുപ്പിക്കുന്ന നമ്മൾക്ക് കാണുമ്പോൾ അത് നീതിനിഷ്ഠമാണെന്ന് എത്ര പേർക്ക് തോന്നുന്നു? ഇതിനെതിരെയൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ ഇറാഷണലായി കാണുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ ഹോമിയോപ്പതി ഒരു ഇഞ്ചെങ്കിലും ഭാവിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഇത് അത്രയും വലിയൊരു സയൻസ് ആണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2nd ഇയറിലും 3rd ഇയറിലും MBBSന്റെ സമയത്തൊക്കെ വൈകിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ലൈബ്രറി പോയിരുന്ന്, ഞാൻ എന്നെ പോലെ എല്ലാവരും ഇരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കുന്നവരും പഠിക്കാത്തവരും പലരും ഉണ്ട്, പലരും ലൈബ്രറിയിൽ വന്നിരുന്ന് വായിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് എക്സ്ട്രാ റീഡിങ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. വേറെ ബുക്സ് എടുത്ത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ സിലബസിലില്ലാത്ത ഇപ്പോൾ ഒരു ഡ്രഗ് നമ്മളെ രാവിലെ പഠിപ്പിച്ചിട്ട് പോയി, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അറിയണം പറഞ്ഞ ഒരു പോയിന്റിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തു. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് തപ്പി ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം, പേര് പോലും അറിയാത്ത പുസ്തകങ്ങൾ പലതും എടുത്ത് വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പഠിച്ച ഒരു കാലഘട്ടമുണ്ട്. അലോപ്പതിയിൽ അങ്ങനെ പഠിച്ചില്ലെങ്കിലും MBBS പഠിച്ചിറങ്ങുമ്പോൾ ഒരാൾക്ക് ഹൗസ് ഏജൻസി കഴിയുമ്പോൾ തന്നെ ഏകദേശം മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ആർജവവും ഒരു അനുഭവ സംഭവത്തും കിട്ടും. ഹോമിയോപ്പതി അങ്ങനെയാണോ? അപ്പൊ ഈ മോഡേൺ മെഡിസിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ കോപ്പി അടിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം നമ്മുടെ സിസ്റ്റത്തിനുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്കുണ്ടോ
ഭാവി തലമുറ എന്ന് ഉദ്ദേശിച്ചത് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സായി വരുന്ന ഭാവി തലമുറയ്ക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ CBDC ബാച്ച് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ബാച്ച്, ഞങ്ങൾ സെക്കൻഡ് ബാച്ചാണ്. ഫസ്റ്റ് ബാച്ചിന്റെ എക്സാം ഇപ്പം തേർഡ് ഇയർ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ പരീക്ഷണ വസ്തുക്കളാണ്, ഗിനിപ്പിഗുകളെ പോലെ പരീക്ഷണ വസ്തുക്കളായി കൊണ്ടുപോവുകയാണ്. ഈ പരീക്ഷണം കഴിയുമ്പോൾ ആദ്യത്തെ 1, 2, 3 ബാച്ച് ഈ ഒരു റിഫൈൻമെന്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ ഭാവി ഈ പറയുന്ന ന്യൂനതകൾ മൂലം ഒരു ഡെഫിഷ്യൻസി അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ അല്ലെങ്കിൽ നോളജിൽ വന്നുപോയാൽ അത് നികത്താൻ പിന്നെ ആർക്ക് കഴിയും? കോളേജിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കോളേജിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങണം. ഒരിക്കൽ BHMS പഠിച്ചു കഴിഞ്ഞ് ഹൗസ് ഏജൻസിയും കഴിഞ്ഞ് ഇനി ഞാൻ പലതും പഠിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ അവരുടെ വിലപ്പെട്ട സമയവും വിലപ്പെട്ട ഊർജവും നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ എന്ന് എല്ലാ കാര്യങ്ങളിലും ഞാൻ CBDC കുറ്റം പറയുകയല്ല. ചില കാര്യങ്ങളിൽ ഇതേപോലുള്ള ഇറാഷണലായ ചില കാര്യങ്ങൾ അവിടെയൊക്കെ മാറ്റങ്ങൾ വരേണ്ടത് വളരെ അനിവാര്യമാണ്. അതിപ്പോൾ ഒരു ബാച്ച് ഇറങ്ങി 2 ബാച്ച് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിൽ എനിക്കറിയില്ല, ഉത്തരമില്ല. ഇപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ഹോമിയോപ്പതിക് മെഡിസിൻ, ഇത് പലരും പല രീതിയിൽ BHMS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരുടെയും പ്രൊഫസേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ളിൽ തോന്നി, പലരും ഹനുമാൻ പറയാത്ത പല വഴികളിലൂടെയും സഞ്ചരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ മണിച്ചിറത്ത താഴിൽ ശോഭന സഞ്ചരിച്ചതുപോലെ ഉറക്കത്തിന്റെ ദൂരമൊക്കെ അളന്ന് പറയാത്ത ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ചു പോയി എവിടെയോ എത്തി എന്ന് പറയുന്നത് പോലെ. ആദ്യം ഒരു കാര്യം ഹോമിയോപ്പതിക് സ്റ്റുഡൻസിന് മനസ്സിലാക്കേണ്ടത്, ഹനുമാൻ കണ്ടുപിടിച്ചു വെച്ച ഈ സിസ്റ്റം, ഇത്രയധികം 99-ലധികം ഡ്രഗ്സ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രഗ്സ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്തൊരു 10 പോളിക്രസ്റ്റ് എങ്കിലും വൃത്തിക്ക് പഠിച്ച് അദ്ദേഹം പറഞ്ഞ രീതിയിൽ കൊടുത്ത് റിസൾട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ പിന്മാറരുത്. ഒരിക്കലെങ്കിലും അവിടെ നിന്ന് പിന്മാറിയാൽ പിന്നെ നിങ്ങൾ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയരുത്. ഹോമിയോ മെഡിസിൻ കൊടുത്തത് കൊണ്ട് മാത്രം ഹോമിയോപ്പതി ആവില്ല. അത് ഹനുമാൻ പറഞ്ഞ രീതിയിൽ അതിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിൾസ്, ഹനുമാൻ പറഞ്ഞ അതേ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്ത് കണ്ടുപിടിച്ച് വെച്ച അത്രയും മഹത്കരമായൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തൊരു എക്സ്പേർട്ടായി എന്ന് സ്വയം തോന്നിക്കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കൊത്ത് ഉള്ള പല പല രീതികൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അവിടെ സക്സസ് കിട്ടുകയാണ്, അവിടെ ഹനുമാൻ പറഞ്ഞതിനെക്കാട്ടും നിങ്ങൾക്ക് സക്സസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് ഹോമിയോപ്പതി വളർന്നു എന്ന് ഓരോരുത്തർക്കും വരാം. അല്ലാതെ ഇവിടെ ഒരു പാർട്ടിക്കിൾ, നമ്മുടെ മെഡിസിനിൽ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സയന്റിഫിസിറ്റി കിട്ടില്ല. പാർട്ടിക്കിൾ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം അസുഖം മാറും എന്ന് ആരായിരുന്നു ഈ ലോകത്ത് പറഞ്ഞത്? ഹോമിയോപ്പതിക് മെഡിസിന് പാർട്ടിക്കിൾ ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സയന്റിഫിക് കമ്മ്യൂണിറ്റി. ആ ഒരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ച അത് അസുഖം മാറ്റും എന്നുള്ള ഗ്യാരണ്ടി എത്ര പേർക്കുണ്ട്? ഉണ്ടാവില്ല. അതതിൻ്റെ മെറ്റീരിയൽ സയൻസ് ആണ്. മെറ്റീരിയൽ സയൻസ് ഇന്ന് നാളെ ഒരു കാലത്ത് വളർന്നു വരുമ്പോൾ ഓക്കെ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു, ശരി, ഇനി അതെങ്ങനെ ആക്ട് ചെയ്യുന്ന അവരെ കണ്ടുപിടിച്ചോട്ടെ. ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന്റെ പണി അതാണോ? ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസും എല്ലായിടത്തും, ഞാനിപ്പോൾ ഈ അടുത്ത് കോളേജ് മാഗസൈനിൽ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി. കാരണം നമ്മുടെ ഹനുമാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസർച്ച് മൈൻഡ് അതൊരു മെറ്റീരിയലിസ്റ്റിക് സയൻസിലോട്ടല്ല പോകേണ്ടത്, മറിച്ച് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി നമ്മുടെ മെഡിസിൻസ് ഉപയോഗിച്ച് എത്രമാത്രം അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ പറ്റുമെന്നും ഹനുമാൻ കണ്ടുപിടിച്ച് 6th എഡിഷൻ ഓഫ് ഓർഗനോൺ വരെ എത്തി അദ്ദേഹം. അതിനപ്പുറത്തേക്ക് ഹോമിയോപ്പതി അവിടെ നിന്നും മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സത്യാന്വേഷണം, പരീക്ഷണങ്ങൾ തന്നെയാണ് ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുക. അല്ലാതെ ആ മനുഷ്യൻ ചെയ്തു വെച്ച് നല്ല കാര്യങ്ങൾക്ക് സ്തുതി പാടിയും അദ്ദേഹം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, കെമിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, 12 ഭാഷ അറിയായിരുന്നു, ഇതൊക്കെ വാഴ്ത്തി പാടിയതുകൊണ്ട് ഹോമിയോപ്പതി എവിടെയും എത്തില്ല. നമ്മൾ ഓരോരുത്തരും സത്യസന്ധമായി ഈ സയൻസ് എന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു അതിനുവേണ്ടി ശ്രമിക്കുകയെങ്കിലും വേണം. പരാജയപ്പെടാം, കാരണം സിംഗിൾ റെമഡി സിംഗിൾ ഡോസിൽ കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട്, ഇപ്പോൾ എൻ്റെ അമ്മ നിങ്ങൾക്കറിയുന്ന പോലെ ഹോമിയോ ഡോക്ടറായിരുന്നു, ഒരുപാട് കേസുകളും അസുഖങ്ങൾ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പൊ അമ്മ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന രീതിയിൽ നിന്നും ഒരുപാട് മാറിയിട്ടാണ് ഒരു 20 വർഷങ്ങൾക്ക് ഇപ്പുറം അമ്മ പ്രാക്ടീസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു പനി വരുമ്പം ഇപ്പം പനി വരുന്ന സമയത്ത് ഇപ്പൊ നാട്രമൂർ ഫീവർ ആണെങ്കിൽ നാട്രമൂർ 30 ഒരു ഡ്രോപ്പ് നാവിലിറ്റിക്കാൻ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കൊക്കെ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 9 വയസ്സ് ആ ഒരു സമയത്ത്. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പം അമ്മ തന്നെ പറഞ്ഞു, അന്ന് വേറെ PG ഒക്കെ അമ്മ ചെയ്തു, ഒരുപാട് വായിച്ചു. പിന്നെ പറഞ്ഞു അങ്ങനെ എടുക്കണ്ട, 4 ഗുളിക എടുത്താൽ മതി എന്ന്. പിന്നെയും ഒരു 10 അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ഇപ്പുറം അമ്മ പറഞ്ഞു അങ്ങനെ വേണ്ട, പനി വരുമ്പം ഒറ്റ ഒരു ഗുളിക എടുത്ത് വായിലിട്ടാൽ മതി. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അമ്മ മരിക്കുന്നതിന് ഒരു 5 അല്ലെങ്കിൽ 8 വർഷം മുന്നേ അമ്മ പ്രാക്ടീസ് ചെയ്തിരുന്ന രീതി, ഒരു പനി വന്നു കഴിഞ്ഞാൽ, അക്യൂട്ട് ഡിസീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിക 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 1 ടീസ്പൂൺ അതിന്റെ മണിക്കൂറുകൾക്കനുസരിച്ച് ഇടവിട്ട് കഴിക്കുക. ഓരോ മണിക്കൂറുമല്ല, അത് ഓരോ അസുഖത്തിനും അല്ലെങ്കിൽ വന്നിരിക്കുന്ന രോഗിയുടെ സസെപ്റ്റിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ കേസ് അനുസരിച്ചിട്ട് ഡിവൈഡഡ് ഡോസസ് തമ്മിലുള്ള ദൈർഘ്യം നോക്കി കൊടുക്കുക. അപ്പം അതാണ് റിഫൈൻമെന്റ്. ആ ഒരു റിഫൈൻമെന്റ് കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അമ്മ ഹനുമാനെക്കാട്ടും ഒരുപാട് ഉയരത്തിൽ പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അത്രയും 63 കൊല്ലം എൻ്റെ അമ്മ ജീവിച്ചു. അത്രയും കാലം ഹനുമാൻ പറഞ്ഞ രീതിയോട് നീതി പുലർത്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബട്ട് ഹനുമാനെക്കാട്ടും മുന്നോട്ട് എത്തി എന്നുള്ള കാര്യത്തിൽ അമ്മയെന്നല്ല, ഇന്ന് ഇതുവരെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു മരിച്ച ഒരു ഹോമിയോപ്പതിക് ഡോക്ടർക്ക് പോലും അവകാശപ്പെടാൻ പറ്റില്ല. അതാണ് വാസ്തവം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതി മുന്നോട്ട് പോകാതെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വാലിഡേഷനാണ് അന്വേഷിക്കുന്നത്, മറ്റുള്ളവരുടെ അംഗീകാരം. അതല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്തു, അതിന് നമുക്ക് സ്വയം നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. എന്നിട്ട് മാത്രമേ വേറൊരാളുടെ അഭിപ്രായം പോലും ആ കാര്യത്തിൽ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിട്ട് ഇത് തന്നെയാണ് ഹനുമാനും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മുടെ ഏറ്റവും നല്ല വിമർശകൻ നമ്മൾ തന്നെ ആയിരിക്കണം. ആ ഒരു പാഠമാണ് ഹനുമാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഹനുമാൻ ഒരുപാട് വിമർശകരുണ്ടായിരുന്നു. ഹൂഫ്ലാൻഡ് പോലെയൊക്കെ. ഹൂഫ്ലാൻഡൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഹനുമാൻ പറയുന്ന ഓരോ വാക്കിനെയും വിമർശിച്ചുകൊണ്ട് നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഹനുമാൻ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിരുന്ന, ഹനുമാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് ഹൂഫ്ലാൻഡിനെ പോലെ മറ്റു പലരും. കാരണം ആ മനുഷ്യൻ സ്തുതിഗീതങ്ങളെക്കാളും സ്വയം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നത് വിമർശനങ്ങളെ ആയിരുന്നു. അപ്പം എല്ലാ വിമർശനങ്ങളും നമ്മൾ ഏറ്റുവാങ്ങണം, നമ്മൾ നെഞ്ചും വിരിച്ച് എല്ലാ കല്ലും ഏറ്റുവാങ്ങണമെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻസ് ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ വിമർശനങ്ങൾ പല രീതിയിലുണ്ടാകാം. ഇപ്പം നമ്മളൊരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പലരും റോട്ടിൽ നടന്നു പോകുമ്പോൾ ഒരു പട്ടി നമ്മളെ നോക്കി കുരയ്ക്കാം. ആ പട്ടി കുരയ്ക്കുമ്പം ആ കുരയിലൊരു അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. അപ്പം ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ഒരു പട്ടി നമ്മളെ നോക്കി കുരയ്ക്കാം. അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണോ, അതിനെ മൈൻഡ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ ഒരു കുര കേട്ട ഉടനെ ഓടിയാതെ ഓടിച്ചിട്ട് കടിക്കും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇതേ പട്ടി തന്നെ നമ്മൾ നോക്കി കുരയ്ക്കുമ്പോൾ ചിലപ്പം അതൊരു ഭൂകമ്പത്തിന് മുന്നേ ഉള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് കുരയ്ക്കുന്നതായിരിക്കും. അപ്പം അത് കാര്യമുള്ള ഒരു കുരയാണ്. അപ്പം ഇതുപോലെ തന്നെ വിമർശനങ്ങളും. പലരും നമ്മളെ വിമർശിക്കാം. സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇതര വൈദ്യശാസ്ത്രങ്ങളിലുള്ള മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈവൻ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് തന്നെ ഹോമിയോപ്പതി വിമർശിക്കുന്നവരുണ്ട്. ഇത് സയൻസ് അല്ല, ഇതിൽ മെഡിസിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ്. വിമർശനങ്ങൾ നമ്മൾ കേൾക്കണം. ഓരോ വിമർശനങ്ങളും നമ്മൾ കാതോർത്ത് കേൾക്കണം. അതിൽ കാര്യമുള്ളത് നെഞ്ചോട് ചേർക്കുക, അതിനെ വിലയിരുത്തുക, അവിടെ നിന്നും ഹോമിയോപ്പതി വളർത്താൻ നോക്കുക. അപ്പോൾ ഹനുമാന്റെ ഈ ചരമദിനത്തിൽ ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഇത്രയധികം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഹോമിയോപ്പതി അല്ലെങ്കിൽ അടുത്ത ജൂലൈ 2 ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഒരാളെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹോമിയോപ്പതിക് സ്റ്റുഡൻസ് തന്നെയാണ് ഇതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടത്.
കാരണം ഹോമിയോപ്പതിയുടെ ഭാവി അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഹോമിയോപ്പതി പഠിക്കാനുള്ള വഴി വെട്ടിക്കൊടുക്കുക, അത് മുതിർന്ന ഡോക്ടർമാരുടെയും NCH മുതലായ പല പല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും കടമ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിലും വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക, അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. അല്ലെങ്കിൽ 2-3 ബാച്ച് പഠിച്ചിറങ്ങി അവരുടെ അത്രയും സമയം നഷ്ടമായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാതെ കാണുന്ന പോരായ്മകൾ അപ്പോൾ തിരുത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് ഒരു അഭിപ്രായമുണ്ട്. സോ എൻ്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1/2 മണിക്കൂറായിരുന്നു തന്നിരുന്നത്. സോ താങ്ക് യു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് വളരെ പ്രധാനപ്പെട്ടത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർമലായി ഒരു സ്പീച്ചായി എഴുതണം എന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ അതിലും നല്ലത് സ്പോണ്ടേനിയസ് ആയി വായിൽ വരുന്നത് പറയുന്നതാണ് എന്ന് തോന്നി. സോ ഒരുപാട് എൻ്റെ വിമർശനങ്ങൾ ഞാൻ ആരെയും പേഴ്സണലായി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല, ബട്ട് ഹോമിയോപ്പതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് പേഴ്സണലായി തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ ചിലപ്പോൾ ശരിയല്ലായിരിക്കാം, എൻ്റെ ആശയങ്ങളിൽ തെറ്റുണ്ടായിരിക്കാം. സദയം മാപ്പാക്കുക, എന്നെ തിരുത്തുക. ഞാനൊരു ഹോമിയോപ്പതി 3rd ഇയർ വിദ്യാർത്ഥി മാത്രമാണ്. ഒരു അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഇതുപോലെ പ്രൊഡക്റ്റീവായി ഹോമിയോപ്പതിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ഹോമിയോപ്പതിക്ക് അംഗീകാരമുണ്ടോ, വേറൊരാൾ ഹോമിയോപ്പതി അംഗീകരിക്കുന്നുണ്ടോ, ഇതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഗതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ. ഹനുമാൻ പറഞ്ഞ രീതിയിൽ ആദ്യം പരീക്ഷണങ്ങൾ ചെയ്യുക. അതിൽ പരാജയങ്ങൾ ഒരുപാടുണ്ടാകും. അതിൽ നിന്നും ഉൾക്കൊണ്ട് ഹനുമാൻ പറഞ്ഞ രീതിയിൽ സക്സസ്ഫുള്ളായി ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഹോമിയോപ്പതി മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് എങ്കിലും അവിടെ ഉടലെടുക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. എന്തായാലും വളരെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ റോയ് പറയുകയുണ്ടായി. 2 കാര്യങ്ങളത്തെ പറയുകയുണ്ടായി. വാഴ്ത്തുപാട്ടുകളുടെ കാര്യം പറയുകയുണ്ടായി, ശാസ്ത്രീയത പറയുകയുണ്ടായി. വാഴ്ത്തുപാട്ടിന്റെ വഴിക്ക് പോവുക, എഫർട്ടിന്റെ വഴിക്ക് പോവുക. കാരണം നമ്മൾ ഈ അലോപ്പതി അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്ത പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു വഴിക്കൂടെ വാഴ്ത്തുപാട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും. മറുവശത്തുള്ള കഠിനാധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ പറഞ്ഞ പോലെ ഹോമിയോപ്പതിയുടെ വഴി വേറെയാണ് എന്ന് മനസ്സിലാക്കാത്ത, അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് കുറെ ആൾക്കാർ ഇന്ന് രാമകൃഷ്ണ മിഷന് കല്ലെറിഞ്ഞു, കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ചിട്ട്. അപ്പൊ മഹാത്മാഗാന്ധി വരെ വിലക്കി. അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയല്ല, അവരുടെ വഴി വേറെയാണ്, നമ്മൾ അവരെ വിട്ടേക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വയം തിരിച്ചറിയുക നമ്മുടെ വഴി ഏതാണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ പേര് പറയുന്നത് റിസർച്ച് സ്റ്റഡി എന്ന് താഴ്ക്കുന്നതായിട്ട് ഏതൊക്കെ ചില മെഡിസിൻ കൊടുത്ത് എന്തോന്ന് ആക്കിയെന്ന് പറഞ്ഞാൽ വൻ പരിപാടിയാണ്. അത് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയേണ്ടി വരും പലപ്പോഴും. ഡോക്ടർ പറഞ്ഞ പോലെ ഈ പുതിയ DC പരിപാടി അത് ഈ പറഞ്ഞ ഒരു പരീക്ഷണമാണ്. ഒരുപാട് എഫർട്ട് എടുത്താലേ ഹോമിയോപ്പതി വായിക്കാൻ, കാരണം നേരത്തെ പറഞ്ഞ ലോഡ് കൂടുതലാണ്. MBBS വിദ്യാർത്ഥി പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ പഠിക്കുകയും അതിനേക്കാളും അപ്പുറത്ത് വീണ്ടും പഠിക്കുകയും ചെയ്യുന്ന, ഒരുമിച്ച് പഠിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതിനൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്താൻ പ്രായോഗികമായ സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് പോകാൻ 5 മിനിറ്റ് സമയമുണ്ട്. അബ്ദുൾ സലാം സാർ എന്ന് പറയുന്നു. സാർ പ്ലീസ്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ഡോക്ടർ റോയ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വ്യത്യസ്തമായ ഒരു രീതിയും സ്വന്തം അഭിപ്രായം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നാം കഴിഞ്ഞു പോകുന്ന സാമുവൽ ഹനുമാന്റെ ഈ ഓർമ്മ പുതുക്കൽ, അതും റോയ് പറഞ്ഞ പോലെ തന്നെ അതെല്ലാവരും പുതുക്കും. പക്ഷെ ഇങ്ങനത്തെ ആനുകാലിക വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കോളേജ് തലങ്ങളിലും അതുപോലെ തന്നെ ആധികാരികളുടെ ഭാഗത്ത് നിന്നും ഇനിയും ഒരുപാട് ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ നന്ദി. ഇനി വക്കീലർക്ക് പറയാം. തീർച്ചയായിട്ടും. രമാദേവി ഡോക്ടറെ, ഡോക്ടർ സംസ്കൃത പണ്ഡിതമായിട്ട് ഹോമിയോപ്പതി പഠിക്കാവുന്ന ആളാണ്. ഡോക്ടറെ സംസാരിക്കാമോ? പിന്നെ ഞാൻ ഹനുമാന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്
ഹനുമാന്റെ റോൾ മോഡല് സ്വന്തം അച്ഛനായിരുന്നു. അതായത് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. My father has the soundest ideas of what can be called good and worthy of mankind. These ideas is implanted in me. Act and by act and by act and be he implanted in me. Act and be yourself without stimulation was his idea, and he showed it by examples, not by words. അതായത് നല്ലത് ലോകത്തിന് നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക. അത് വാക്കുകൊണ്ട് പറയാൻ മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും എവിടെയെല്ലാം ഒരു അനീതി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആ അച്ഛൻ ഇടപെട്ടിട്ടുണ്ട്, അത് ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹനുമാന് ആ ചെയ്യുന്ന ഇത് പഠിച്ചത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്തത് ശരിയല്ല എന്ന് തോന്നി അത് പറയാനുള്ള ആ ധൈര്യം പറയുമ്പോൾ എത്ര പ്രാവശ്യം എത്ര ഇടത്തുനിന്ന് ഹനുമാൻ ഈ ഒരു ബിഗ് ഫാമിലിയും കൊണ്ട് രാത്രിക്ക് രാത്രി പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു പ്രിൻസിപ്പളിൽ പിടിച്ചു നിന്നത് ആ അച്ഛൻ കൊടുത്ത ആ വാക്കുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹനുമാൻ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്ത് എന്തിനാണ് ജനിച്ചതെന്ന് എനിക്ക് ഒരു ബോധം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഈ വിദ്യ കൊണ്ട് എനിക്ക് കഴിയാവുന്നത്ര ധനം ഞാൻ സമ്പാദിച്ച് എന്നിൽ അത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അത് എന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ റോയ് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും, ശരിയാണ് റോയ് പറഞ്ഞ പല കാര്യങ്ങളും ശരിക്കും നെഞ്ച കൈവച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഞാൻ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എല്ലാവരും അതൊന്നുകൂടെ റോയ് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊന്ന് പെരുമാറിയാൽ നല്ലതായിരുന്നു. പിന്നെ എന്തായാലും ഹനുമാന്റെ ആ ഒരു ഇതില് ഈ 153ാമത്തെ ജന്മദിനത്തില് ഇപ്പോഴും മനോജ് പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ ആ ഒരു മഹൽ വ്യക്തിയെ ഒരു ദിവസം പോലും നമ്മൾ ആ ഫോട്ടോ നോക്കി തൊഴാതെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നില്ല അല്ലെ. അതുകൊണ്ട് ഓരോ സക്സസ് വരുമ്പോഴും ഇപ്പൊ ഒരു ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഇത് വരുമ്പോൾ ഞാൻ ആ ക്രെഡിറ്റ് ഗോസ് ടു ഹനുമാൻ ഓൺലി. എനിക്ക് അല്ലാതെ ഞാൻ അതിൽ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുകയാണ്. നിത്യശാന്തി തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇത്രയും പേരുടെ എന്താ പറയുന്നത്, നമുക്കൊക്കെ ഒരു ജീവിതം തന്നതാണ്. അതുകൊണ്ട് ആ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സനീഷ് ഡോക്ടറെ മതിയാക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ഈ ഒരു പ്രധാനപ്പെട്ട ദിനത്തിൽ ഡോക്ടർ റോയി ജെയിംസിനെ പോലെ ഒരാൾ ഈ വേദിയിൽ വരികയും വളരെ ഗംഭീരമായ സ്വയം വിമർശനാത്മകരമായ ഒരു പ്രസംഗമെന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തിയത്. നമ്മൾ ഓരോരുത്തരും വിമർശനം നടത്തേണ്ടവരാണ്. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവലോകനം ചെയ്യേണ്ടവരാണ്. നാം എങ്ങനെ മുന്നേറുന്നു, ഓരോ വിമർശനങ്ങൾ കേൾക്കുമ്പോഴും തളരാതെ നാളെയും നമുക്ക് വലുതും ചെയ്യാനുണ്ട്, ഇനി എന്താണ് നാളെ ചെയ്യാനുള്ളത്, അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതി മെഡിസിനിലെ മെറ്റീരിയൽസും തെളിയിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ വൈറ്റൽ പെയിനിലാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നതെന്നും വൈറ്റൽ ഫോഴ്സിൽ നമ്മുടെ മരുന്നുണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് രോഗം മാറുന്നതെന്നുമാണ്. അല്ലാതെ ഒരിക്കലും അതായത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനെ ഉദ്ദീപിപ്പിച്ച്, അതാണല്ലോ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയാവുന്ന ഒരു ഭാഗം, അതിനെ ഉദ്ദീപിപ്പിച്ച് ശാന്തി രോഗിക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ അതിന് ശ്രമിക്കാതെ നമ്മൾ നാനോ ടെക്നോളജി, പുതിയ ടെക്നോളജി, അങ്ങനെ ഓരോ ടെക്നോളജിയുടെയും പുറകെ പോയി നമ്മളിത് മെറ്റീരിയൽസത്തോട് കൊണ്ടുവരുവാണ്. അപ്പൊ പിന്നെ ഡോക്ടർ ഹനുമാൻ എന്താണ് ഉദ്ദേശിച്ചത്? അതിന്റെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്നത്തെ റിസർച്ചേഴ്സ്. നമ്മൾ ആ സമയം ഒരിക്കലും അങ്ങനെ പാഴാക്കണ്ട. നമ്മൾ തിരിച്ച് ഹോമിയോപ്പതിയുടെ വഴിയിൽ തന്നെ തിരിച്ചു വരണം. ആ വഴിയിൽ നമ്മൾ മുന്നേറണം. നാട്ടുകാരെ കാണിക്കാനായിട്ട് അല്ലെ ആൾക്കാരുടെ മുമ്പിൽ ആളാവാനായിട്ടും ഇതാണ് നമ്മുടെ റിസർച്ച് പേപ്പർ എന്ന് പറയണ്ട. നമ്മളുടെ റിസർച്ച് പേപ്പർ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗിയുടെ സൗഖ്യം തന്നെ ആവണം. ഇതാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി റോയ് ജെയിംസിനെ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഓക്കെ ഡോക്ടറെ,
ഡോക്ടർ ആലീസ് അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? ഓക്കെ, അവിടെ സംസാരിക്കാമോ? ഹലോ ആ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഞാനിപ്പോൾ ഈ രാത്രി 3 മണിക്ക് ഇത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വെച്ചാൽ BHMS എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഡിപ്ലോമ കോഴ്സ് മാത്രമേ ചെയ്തുള്ളൂ ജോർജ് വിത്തുൽക്കാസിൻ്റെ ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ നിന്ന്. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കോഴ്സ് ചെയ്തതെന്ന്. അതുകൊണ്ട് ജോർജ് വിത്തുൽക്കാസിൻ്റെ ടീച്ചിങ്സ് കൂടുതൽ നമ്മുടെ BHMS കോഴ്സിൽ ആഡ് ചെയ്യുവാണെങ്കിൽ പിള്ളേർക്ക് നല്ല ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതെൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, വളരെ നന്ദി. അങ്ങനെ ഒരു 100,000 ആലീസ്മാർ ഉണ്ടാകട്ടെ എന്ന് വളരെ നന്ദി ഡോക്ടറെ പറഞ്ഞതിന്റെ വാക്കുകൾ നന്ദി. നമുക്ക് പരിപാടി അവസാന സമയമായി. ഷൈൽ ഡോക്ടർ നന്ദി ക്ഷണിക്കുന്നു. ഷൈൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം ജീവിതത്തിന് നിദാനമായ മഹാനുഭാവനായ ഡോക്ടർ സാമുവൽ ഹനുമാന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മുടെ ശീർഷയായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ഡോക്ടർ അജയകുമാർ സാറാണ്. അദ്ദേഹം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ മാനേജരാണ്. കൂടാതെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റും സീനിയർ കൺസൾട്ടന്റും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ നമ്മോടൊപ്പം പങ്കുചേരുകയും ഹോമിയോപ്പതിയെ കുറിച്ച് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വളരെ യുവ വ്യക്തി കൂടിയായിട്ടുള്ള ഡോക്ടർ റോയ് കെ ജെയിംസ്, ഡോക്ടറുടെ ഇന്നത്തെ പ്രസംഗം അല്ലെങ്കിൽ ഒരു കണ്ണു തുറപ്പിക്കുന്ന പ്രസംഗം തന്നെ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഒരു ഡോക്ടർ എങ്ങനെ ആവണം, അല്ലെങ്കിൽ സിലബസ് എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഡോക്ടർമാര് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞ റോയ് കെ ജെയിംസ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സിലബസിൽ എന്തൊക്കെയാണ് മാറ്റം ഡോക്ടർ ഉദ്ദേശിക്കുന്നതെന്ന് മുതിർന്ന മറ്റു ഡോക്ടർമാരും അല്ലെങ്കിൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഭേദഗതികൾ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളുകൂടി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രസംഗം നടത്തിയ റോയ് കെ ജെയിംസിന് IFPHന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു അനുസ്മരണ പ്രഭാഷണം നമുക്ക് കേൾക്കാനിടയാക്കുകയും ഇങ്ങനെ നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ മനോജ് GSനും ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന പാടിയ ഡോക്ടർ ഷീബ റാണി മിക്കവാറും നമ്മുടെ പ്രോഗ്രാമുകളിൽ വരികയും നല്ല ഗാനങ്ങൾ പാടുകയും അതുപോലെ തന്നെ പ്രാർത്ഥന ഗീതങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ ഷീബ റാണിക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മോടൊപ്പം തുടക്കം മുതൽ തന്നെ നല്ലൊരു പങ്കാളിത്തം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അവര് ഇതുവരെയും ക്ഷമയോടെ ഡോക്ടറുടെ പ്രസംഗം എല്ലാം കേട്ടിരിക്കുകയായിരുന്നു. എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും, പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും അഭിപ്രായങ്ങൾ പറഞ്ഞ അമ്പാടിയമ്മ, ഡോക്ടർ ധനേഷ്, നമ്മുടെ അബ്ദുൽ സലാം സാറ്, അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്വാഗതം ആശംസിച്ച നമ്മുടെ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ശ്രീ ഷാലുരാജനും IFPHന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അത് തന്നെ. അപ്പോൾ നമുക്ക് പരിപാടി അവസാന സമയമാകുന്ന ഇനി 5-ാം തീയതി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ഒരു പരിപാടിയുണ്ട്. അതിൽ പരമാവധി പങ്കെടുക്കാൻ നമ്മുടെ പരിപാടി എല്ലാ ദിവസവും തുടരുന്നുണ്ട്. നാളെ ഇതേ സമയം കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം. ശിവരാത്രി.